ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പച്ചമാങ്ങ ജ്യൂസ് ആയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചമാങ്ങ ജ്യൂസ് ആയിക്കോട്ടെ കേട്ടോ. നമ്മളെ വീട്ടിൽ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അടുത്തുള്ള വീട്ടിലേക്ക് നമ്മൾ പച്ചമാങ്ങ എടുക്കാൻ പോവുകയാണ്. ആദ്യം ഒന്ന് എറിഞ്ഞു നോക്കി വീണില്ല. അപ്പോൾ നമ്മളിതാ പാത്തുനെ കൊണ്ട് അവരെ ടെറസിൽ കയറിയിട്ട് തന്നെ 2 മാങ്ങ അറപ്പിക്കുക കേട്ടോ. ഇതാ പാത്തു നമുക്ക് 2 മാങ്ങ ഒക്കെ അറുത്ത് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് മോനെ കഴുകിയിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് കേട്ടോ. ഇത് നന്നായിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതിൻ്റെ തൊലിയൊന്നും കളയണില്ല കേട്ടോ. അപ്പോഴാണ് നല്ല പച്ച കളറിൽ നമുക്ക് ജ്യൂസ് കിട്ടുക. ഒന്നും കൂടി ജനിച്ചതാവണമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഈ ഒരു മാങ്ങയിൽ നമുക്ക് ജ്യൂസ് അടിക്കാം. ഇനി നമ്മളിതാ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് തയ്യും ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ. അതിൽ നിന്ന് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതാ കഷ്ണങ്ങളാക്കിയ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര നമ്മുടെ മിക്സിയിൽ എങ്ങനെയാണോ അരയണത് ആ ഒരു രീതിയിൽ കഷ്ണങ്ങളാക്കിയെടുക്കുക. ഇവിടെ ഇതേ കപ്പിൽ 2 കപ്പോളം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയാതെ നന്നായിട്ട് കഴുകിയ ഇഞ്ചി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് എടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ കുറച്ച് ഐസ് കട്ടൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരവും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. അടിപൊളി പച്ചമാങ്ങ ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.